ഓണത്തിരക്കിലാണ് മലയാളി. ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്ന പലരും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. പൂക്കടകളിലും വസ്ത്രവിപണിയിലുമൊക്കെ തിരക്കോട് തിരക്കാണ്. നമുക്കൊപ്പം മിഠായി തെരുവിലെ ആ കാഴ്ചകൾ, ആ തിരക്കിന്റെ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഇംതിയാസ് കരീമും മുഹമ്മദ് ഷഹീദും കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നയനാലും ചേരും. നമുക്ക് ഇംതിയാസിലേക്ക് പോകാം. ആദ്യം ഇംതിയാസ്, കോഴിക്കോട്ടുകാർക്ക് ഇനി എന്ത് ആഘോഷമാണെങ്കിലും ശരി മിഠായി തെരുവിൽ ഒന്ന് പോകണം. അവിടെ നിന്നാണ് എല്ലാവരും തുണിയെടുക്കാറ്. എല്ലാ കാര്യങ്ങളും മിഠായി തെരുവിലാണ്. അപ്പം എന്താണ്, നല്ല തിരക്കാണോ അവിടെ? SM സ്ട്രീറ്റിലേക്ക് വരണം. കാരണം നാളെ ഉത്രാടപ്പാച്ചിലാണ്. ആ ഉത്രാടപ്പാച്ചിലിന്റെ തലേ ദിവസം തന്നെ മിഠായി തെരുവിൽ ആളുകളെ കൊണ്ട് വലിയ ജനങ്ങളാണ്, വലിയ ജനക്കൂട്ടമാണ്. വസ്ത്രങ്ങൾ വാങ്ങാൻ, മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എത്തുന്ന ആളുകളാണ്. ഇതാ നമുക്ക് കാണാം. ഒപ്പം വില കുറവിലാണ് കുട്ടി കിട്ടോ. നിങ്ങളൊന്ന് വിളിച്ചേ, വസ്ത്രം വാങ്ങി. ഒപ്പം വില കുറവില്, വളരെ വില കുറവില് കേട്ടോ. ഒപ്പിച്ച വില കുറവില്, അത്ഭുതമായ വിറ്റഴിക്കല്, കള്ളവുമില്ല, ചതിയുമില്ല, തട്ടിപ്പില്ല, വെട്ടിപ്പില്ലാത്തൊരു കച്ചവടം കൊണ്ടിക്കൊളി. ആര് വാങ്ങിയാലും ലാഭട്ടോ, ഏത് വാങ്ങിയാലും ലാഭം, എങ്ങനെ ചിന്തിച്ചാലും ലാഭം. അത്ഭുതമായ വിറ്റഴിക്കല്. ഇതാണ് മിഠായി തെരുവിലെ ഒരു കാഴ്ച. ഇത് എല്ലാ കടകൾക്കും മുൻപിൽ പോയാലും നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അവസാന വട്ടക്കമാവുമ്പോൾ ആ രീതിയിലേക്ക് കച്ചവടം മാറും. ഇപ്പോൾ മുഹമ്മദ് ഷഹീദ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. മിഠായി തെരുവിൽ എത്തുമ്പോൾ എല്ലാ വർഷവും നമ്മൾ കാണുന്നൊരു വൈബാണിത്. ഏത് മൂടാ? ഓണം മൂട്. മിഠായി തെരുവില് ബോംബെ, ഡൽഹി, രാജസ്ഥാൻ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈ മിഠായി തെരുവിൽ വ്യാപാരികൾ പോവാണ് ഓണത്തിന് വേണ്ടി വസ്ത്രം തേടിയിട്ട്. അത് വല്ലാത്തൊരു യാത്രയാണ്. അങ്ങനെ അവർ തപ്പി കണ്ടുപിടിച്ച് ആ സമയത്തെ ട്രെൻഡ് ഫാഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ് മിഠായി തെരുവിലേക്ക്. പിന്നെ ആളുകൾ ഇവിടെ എത്തൂലേ. അതായത് വിൽപ്പനയാണോ അതിന്റെ ഒരു കാര്യം? ബ്രാൻഡഡ് സാധനങ്ങളുണ്ട്, അത് വില കുറച്ച് വിൽക്കുന്നുണ്ട്. റോഡരികിൽ വളരെ വില കുറച്ച് വിൽക്കുന്ന തെരുവ് കച്ചവടമുണ്ട്. അതായത് ഏത് വിധത്തിലുള്ള ആളുകൾക്ക് വന്നാലും, കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടവർക്ക് അങ്ങനെ, ചെറിയ പൈസ കൊടുത്ത് 200-നും 300-നൊക്കെ ഷർട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ, പുതിയ ട്രെൻഡ് എവിടെയാണോ ഫാഷൻ, ബോംബെയിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും മിഠായി തെരുവിൽ ഉണ്ടാവും. അപ്പൊ അതിനൊരു കുറവുണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി എത്തുന്ന നാളെ ഉത്രാടപ്പാച്ചിലാണ്. നാളെ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നാൽ സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് തന്നെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുള്ളത്. നമുക്ക് പായാൻ പറ്റൂല. നാളെ ഇവിടെ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പം ഇന്ന് തന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നാളത്തെ കാര്യം നമുക്ക് എല്ലാ ഓണത്തിനും നമ്മൾ കാണുന്നതാണ്. എല്ലാ ഓണം മാത്രം, എല്ലാ ഫെസ്റ്റിവൽ ഉണ്ടാകുന്ന സമയത്തും ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് വേണം മിഠായി തെരുവ് വന്നാൽ മതി. അതാണ് ഒരു ഫുൾ ഓണം മൂഡ് എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫുൾ കാഴ്ച ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആളുകളെ കൊണ്ട് വലിയ തിരക്കാണ്. അത് രാത്രിയിലേക്കൊക്കെ മാറുമ്പോൾ, ഒരു 6 മണി കഴിഞ്ഞ് 6-7 മണിയിലേക്കൊക്കെ മാറുന്ന സമയത്ത് വീണ്ടും തിരക്ക് കൂടുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഈ ലൈറ്റുകളൊക്കെ, എല്ലാ കടകൾക്കും മുൻപ് ലൈറ്റുകളൊക്കെ വരുമ്പോൾ അപ്പുറത്ത് ഇതാ മാല തന്നെ, ലൈറ്റിന്റെ ഒരു മാല തന്നെ തൂക്കിയിട്ടുണ്ട്. അതൊക്കെ കൂടി ആവുമ്പോൾ ഒരു ഫുൾ മൂഡിലേക്ക്, ഫുൾ ഓണം വൈബിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ചില കടകളിൽ കൂടെ കയറാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് സാധനങ്ങളുടെ വില എന്നൊക്കെ നോക്കാം. ഇതൊരു ചെരുപ്പ് കടയാണ്. എങ്ങനെയാണ് ചെരുപ്പിന്റെ ഒരു കച്ചവടമൊക്കെ ഇത്തവണ? തരക്കടയിൽ നല്ല കച്ചവടമാണ്. ഈ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല ആളുകൾ മിഠായി തെരുവിലേക്ക് എത്തുന്നത് അല്ലേ? അതെ. ഈ ഇത്തവണ പുതിയ മോഡൽ സംഗതികളൊക്കെ ഉണ്ടോ? ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട്. ആളുകൾ എത്തുന്നുണ്ട്. ഈ വില കുറവാണ്. മിഠായി തെരുവിലേക്ക് ആളുകൾ വരുമ്പോൾ അങ്ങനെ സംഗതി ഉണ്ടല്ലോ, വില കുറയുന്നുണ്ടോ? എല്ലാ തരത്തിലുള്ള തട്ടിലുള്ള ആൾക്കാർക്കും എല്ലാ തരത്തിലുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അതെ. ഓക്കെ, അതാണ്. അതൊരു ചെരുപ്പ് കടയിൽ നിന്നുള്ള വിശേഷങ്ങളാണ്. നമുക്ക് എല്ലാം ഒരു കുടക്കീയിൽ കിട്ടുന്നു, അതല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയാവുന്ന ഒന്നാണ് SM സ്ട്രീറ്റ്. അത് കോഴിക്കോടിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് ഓണമായാലും പെരുന്നാളായാലും ഒക്കെ അതങ്ങനെ തന്നെ ആ തിരക്കോടുകൂടി, അതേ വൈബോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഇന്ന് പുരാടമാണ്, നാളെ ഉത്രാടമാണ്. ആ ഉത്രാടത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഒരുപക്ഷെ നാളെ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ കഴിയുക എന്നുള്ളതാണ്. ആഘോഷിക്കുകയാണ് കോഴിക്കോടുകാർ. ഓണം ആഘോഷിക്കാൻ ആ ഒരുക്കത്തിലേക്ക് നീങ്ങുകയാണ് കോഴിക്കോടുകാർ. മിഠായി തെരുവിലേക്ക് പോകാതെ, SM സ്ട്രീറ്റിലേക്ക് പോകാതെ ഒരു ആഘോഷവും ഒരു ഉത്സവവും ഇല്ല കോഴിക്കോടുകാർ.